നമസ്കാരം. വേലി ചാടുന്ന പയ്യന് കോലുകൊണ്ടു മരണം എന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും, അങ്ങനെയും ഒരു ചൊല്ലുണ്ട്. എന്തുകൊണ്ടാണ് പഴഞ്ചൊല്ലൊക്കെ ഇപ്പോൾ പറയുന്നത് എന്ന് ഒരുപക്ഷെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് തോന്നാം. വളരെ അന്വർത്ഥമായ ഒരു വാർത്തയിലേക്കാണ് ഈ പഴഞ്ചൊല്ല് ഞാൻ സമന്വയിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് കേരളത്തിൽ ഇനിയും കോളിളക്കങ്ങൾ, അലയൊലികൾ അടങ്ങിയിട്ടില്ല. ADM നവീൻ ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത്, അഥവാ ADM നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ CPMന്റെ കണ്ണൂരിലെ സാരിയുടുത്ത പിണറായി എന്നൊക്കെ വിശേഷണമുള്ള PP ദിവ്യ തന്നെയാണ്. ADM നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കടന്നെത്തിക്കൊണ്ട് മനഃപൂർവ്വം മൈക്ക് കൈയടത്തിക്കൊണ്ട് എനിക്കും ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അനവസരത്തിൽ അനുചിതമായ രീതിയിലുള്ള പെരുമാറ്റ രീതികൾ കൊണ്ടും സംസാരങ്ങൾ കൊണ്ടും PP ദിവ്യ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയായിരുന്നു. ചെങ്ങളായിൽ ഒരു പെട്രോൾ പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് NOC കൊടുക്കുന്നതിൽ ADM നവീൻ ബാബു കാലതാമസം വരുത്തി, അതിന് കൈക്കൂലി വാങ്ങി എന്നൊക്കെ തരത്തിലുള്ള ആരോപണങ്ങളാണ് ADMന്റെ യാത്രയയപ്പ് ചടങ്ങിൽ PP ദിവ്യ ഉന്നയിച്ചത്. PP ദിവ്യ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുക മാത്രമല്ല ചെയ്തത്, താൻ പറയുന്ന കാര്യങ്ങൾ അത്രയും വീഡിയോയിൽ പകർത്തി അത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച് ADM നവീൻ ബാബുവിനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവഹേളിക്കുക, മാനസികമായി തകർക്കുക എന്നുള്ള ലക്ഷ്യം കൂടി PP ദിവ്യയ്ക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി PP ദിവ്യയുടെ കൂടെ ഒരു വീഡിയോഗ്രാഫറെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോഗ്രാഫർ ചിത്രീകരിച്ച് വീഡിയോ പിന്നീട് അവർ പുറത്തുവിടുകയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത് വൈറലാവുകയും എല്ലാം ചെയ്തത് നമ്മൾ കണ്ടതാണ്. എന്നാൽ നവീൻ ബാബുവിനെ അപഹസിക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് നവീൻ ബാബുവിനെ സമൂഹ മധ്യത്തിൽ അവഹേളിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വീഡിയോ ചിത്രീകരിച്ച PP ദിവ്യ ഇപ്പോൾ മറ്റൊരു വീഡിയോയിൽ കുടുങ്ങി അപഹാസ്യമായി തീരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ PP ദിവ്യ തന്നെ സമീപിച്ച ഒരാളോട് ഒരു കാര്യത്തിൽ മോശമായി പ്രതികരിക്കുന്നതിൻ്റെയും പെരുമാറുന്നതിൻ്റെയും വീഡിയോ ഫുട്ടേജാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്, കണ്ണൂരിലെ ലോക്കൽ ചാനലുകളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് കൊടുത്താൽ കൊല്ലത്ത് കിട്ടും, അല്ലെങ്കിൽ വേലി ചാടിയ പയ്യന് കോലുകൊണ്ടു മരണം എന്ന രീതിയിൽ തന്നെയുള്ള ഒരു പഴമൊഴിയെ അന്വർത്ഥമാക്കുന്ന രീതി തന്നെയായിപ്പോയി. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെമ്പാടും ഈ വീഡിയോ PP ദിവ്യയുടെ ഈ ഫുട്ടേജ് വൈറലായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്താ വിശേഷങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പല മാധ്യമങ്ങളിൽ നിന്നും PP ദിവ്യയുടെയും CPMന്റെയും സ്വാധീനം ഉപയോഗിച്ച് ആ ഫുട്ടേജുകൾ നീക്കം ചെയ്തിരിക്കുന്നു എന്ന് പറയപ്പെടുമ്പോൾ, CPMന്റെ സ്വാധീന വലയത്തിൽ നിൽക്കുന്ന, അഥവാ CPMനെ തൻ്റെ സ്വാധീന വലയത്തിൽ നിർത്തിയിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന PP ദിവ്യയുടെ CPMനകത്തുള്ള സ്വാധീന ശക്തിയും ആൾബലവും എത്രയാണ് എന്നുള്ളത് കണ്ടറിയാൻ ഈ ഒരു സംഭവത്തിലൂടെ കഴിയുന്നതാണ്. എന്തു തന്നെയായാലും കറകളഞ്ഞ ഒരു ഉദ്യോഗസ്ഥനായ 19ാമത്തെ വയസ്സിൽ സർവീസിൽ പ്രവേശിക്കുകയും പടിപടിയായി ഓരോരോ ഉയർച്ചകളിലേക്ക് ഓടിക്കയറുകയും ചെയ്ത സംശുദ്ധനായ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ വാഴ്ത്തിയ ADM നവീൻ ബാബുവിനെയാണ് ചില സ്ഥാപിത താല്പര്യങ്ങളുടെ പേരിൽ PP ദിവ്യയോട് അനുബന്ധിച്ചുള്ള കുറച്ച് ഭൂമാഫിയകളും ചേർന്ന് ഇപ്പോൾ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്ന് തന്നെയാണ് കേരളം വിശ്വസിക്കുന്നതും കേരളത്തിൻ്റെ മനസാക്ഷിയെ നടുക്കിയതും ഈ സംഭവം തന്നെയാണ്. എന്നാൽ ഈ വരുന്ന ഒക്ടോബർ 9-ാം തീയതി PP ദിവ്യയ്ക്കും CPMനും SITക്കുമെല്ലാം എതിരായി നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി ഹൈക്കോടതിയിൽ വാദം കേൾക്കുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ, അതായത് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഉള്ള ദുരൂഹതകൾ പുറത്തു വരില്ലെന്നും അതുകൊണ്ട് CBI അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ്, അതായത് നവീൻ ബാബുവിനെ ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് ആ കുറ്റങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ അപഹസിക്കുകയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ വെച്ച് കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെയാണ് PP ദിവ്യ, അരുൺ വിജയിൻ്റെ സുഹൃത്തു കൂടിയായ PP ദിവ്യ ഇതുപോലെ നവീൻ ബാബുവിനെ അവഹേളിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും ആ സംസാരം അത്രയും വീഡിയോയിൽ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത് പ്രചരിപ്പിച്ച് നവീൻ ബാബുവിനെ മാനസികമായി തളർത്തിയതും നവീൻ ബാബു
ആത്മഹത്യയിലേക്ക് നീങ്ങിയതും എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയല്ല, അതൊരു ആസൂത്രിത കൊലപാതകമാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘങ്ങളും അല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ പൊതു മനസാക്ഷിയും പൊതുബോധവും എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനങ്ങൾ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നവീൻ ബാബുവിനെതിരെ പി ദിവ്യ പ്രയോഗിച്ച ആ അസ്ത്രം പി ദിവ്യക്കെതിരെ തിരിഞ്ഞു കൊത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ബൂമറാങ്ക് പോലെ പി ദിവ്യയുടെ നേരെ അത് തിരിച്ചു വന്നിരിക്കുന്നു. ഒരു വീഡിയോ ചിത്രീകരിച്ച് ഒരാളെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അധിക്ഷേപിക്കുക എന്നുള്ള പി ദിവ്യയുടെ കുരുട്ടു ബുദ്ധി തന്നെ പി ദിവ്യയ്ക്ക് വിനയായി വന്നിരിക്കുന്നു. പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ ഒരു കാര്യം സാധിച്ചെടുക്കുന്നതിന് വേണ്ടി വന്ന് ഒരു ആളോട് മോശമായി കയർത്ത് പെരുമാറുന്നതും അയാളോട് വളരെ നിന്ദ്യമായ ഭാഷയിൽ സംസാരിക്കുന്നതിൻ്റെയുമെല്ലാം വിശദമായ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫൂട്ടേജ് തന്നെയാണ് കണ്ണൂരിലെ ലോക്കൽ മീഡിയകളിൽ, ലോക്കൽ ചാനലുകളിൽ ഇപ്പോൾ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ പേരിൽ പി ദിവ്യയോട് CPM നിന്ന് വിശദീകരണം ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. CPM സമുന്നതരായ നേതാക്കളുടെ സന്തത സഹചാരി എന്നറിയപ്പെടുന്ന പി ദിവ്യ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമായി വളരെ അടുത്ത സൗഹൃദം തന്നെയാണുള്ളത്. മാത്രമല്ല ശശിയുടെ വളരെ സംരക്ഷണ വലയത്തിൽ തന്നെയാണ് പി ദിവ്യ ഉള്ളത്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യുവാൻ പാർട്ടിയിലോ പാർട്ടിക്ക് പുറത്തോ ആരുമില്ല എന്നുള്ളൊരു ധാർഷ്ട്യവും പി ദിവ്യയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കണ്ണൂരിലെ തന്നെ CPM-നകത്തുള്ള ചില ആളുകൾ പിന്നാമ്പുറങ്ങളിൽ പറയുന്നത്. അതെന്ത് തന്നെയായാലും താൻ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു നേതാവാണ് എന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പി ദിവ്യയുടെ പതനം സമാഗതമായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നിരപരാധിയായ ഒരു മനുഷ്യനെ ഏതൊക്കെ വിധത്തിൽ തേജോവധം ചെയ്യാമോ അതിനുവേണ്ടി പി ദിവ്യ കൈക്കൊണ്ട അതേ മാർഗത്തിലൂടെ തന്നെ, ഒരു വീഡിയോയിലൂടെ തന്നെ പി ദിവ്യയുടെ സർവത്ര പ്രതിച്ഛായയും തകർന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിമറിയുന്നു. ഇനി പി ദിവ്യയെ ആര് എത്ര കണ്ട് വിശദീകരിക്കാനും വെളുപ്പിക്കാനും ശ്രമിച്ചാൽ അതെല്ലാം വൃഥാവിലാണ് എന്ന് തന്നെയാണ് കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള ചില വാർത്താവിശേഷങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും ഇതിൻ്റെ പേരിൽ പി ദിവ്യയോട് ഏത് തരത്തിലുള്ള ഒരു വിശദീകരണമാണ് CPM ചോദിക്കുക എന്നുള്ളത് അറിയില്ല. പി ദിവ്യക്കെതിരെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.